ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നതിന് ഓൾ എന്ന ഓപ്ഷനിൽ കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് കസ്കസ് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അത് സെറ്റായിട്ട് വരും കേട്ടോ. ഇതിഷ്ടമുള്ളവർ ഇതുപോലെ ചെയ്താൽ മതി. ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാട്ടോ. അത് അങ്ങനെ ചെയ്യണമെന്നില്ല. കസ്കസ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ ചെയ്ത് കുതിർക്കാൻ വേണ്ടി വെക്കുക. ഇനി നമുക്ക് എങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അതിനിടെ എടുത്തിരിക്കുന്നത് കുക്കുംബറാണ്. കുക്കുംബറിന് ഒരു വലിയ കുക്കുംബർ, ഒരു ചെറിയ കുക്കുംബർ, നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം കുക്കുംബർ എടുക്കാൻ കേട്ടോ. ഇനി നമുക്കിത് രണ്ട് അറ്റങ്ങളും കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് പീലർ വെച്ചിട്ട് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. പീലർ ഇല്ലെങ്കിൽ കത്തി വെച്ചിട്ടാണെങ്കിലും നമുക്ക് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഈ കുക്കുംബർ ഒരുപാട് വിറ്റാമിൻ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ കുക്കുംബർ കഴിക്കുന്നത് നല്ലതാണ്. നമുക്ക് വെയിറ്റ് കുറയ്ക്കാനാണെങ്കിൽ അതുപോലെ തന്നെ ഷുഗർ കുറയ്ക്കാനും അതുപോലെ നമ്മളെ സൗന്ദര്യം നിലനിർത്താനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കുക്കുംബർ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടും. ഇപ്പോൾ ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ കരിയില്ലേ അതുപോലെ കേട്ടോ. ഈ കുക്കുംബറൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ജ്യൂസ് അടിച്ച് കൊടുത്ത് നമുക്ക് ഇതൊക്കെ കുടിക്കുമ്പോൾ കുക്കുംബർ ജ്യൂസാണ് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. കുക്കുംബർ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതുപോലെ ജ്യൂസ് അടിച്ച് കുടിച്ചാലും മതി കേട്ടോ. ഇനി നമ്മളിപ്പോൾ അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച കുക്കുംബർ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇനി വേണ്ടത് പാലാണ്. ഇവിടെ കട്ടിപ്പാലാണ് കേട്ടോ. വെള്ളം ചേർക്കുന്നില്ല നമ്മളിതിൽ. പാല് മാത്രമേ നമ്മളിത് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. പക്ഷേ അത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫുൾ പാൽ അതിൽ ഒഴിച്ച് കൊടുത്താൽ കുക്കുംബർ കറക്റ്റ് അറിയാതെ കിടക്കും. അപ്പോൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ആവശ്യമുള്ള മധുരം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് മധുരം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ഏലക്കയുടെ പൊടിയാണെന്നുള്ള ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്ക ഉണ്ടെങ്കിൽ നിങ്ങൾ 2 ഏലക്ക ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാൻ പൊടിയാക്കി വെച്ചുകൊണ്ട് അങ്ങനെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുക്കുംബറിൻ്റെ തരിയൊന്നും ഇല്ലാതെ തന്നെ നമ്മളത് ഒരു ചെറിയ പീസ് പോലെ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ നമുക്ക് വേണം. ഒരുപാട് തിക്കൊന്നും വേണ്ട. നമ്മളെ ജ്യൂസ് വെള്ളം ചേർക്കാതെ പാൽ ഒഴിച്ചിട്ട് തന്നെ കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കുംബർ എടുക്കാനനുസരിച്ചിട്ട് വേണം നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാൽ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഒരു ലൂസിലെടുക്കുക. ഒരുപാട് ലൂസല്ല, ഒരുപാട് തിക്കാവാതെ കുറച്ച് ലൂസിലെടുക്കുക. പാൽ ഒരുപാട് ഒഴിച്ച് കൊടുക്കണതല്ലേ. അതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ച കസ്കസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇഷ്ടമുള്ളവർ ചേർക്കുക, എല്ലാത്തിനും ഒഴിവാക്കുക. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ കുടിക്കുന്ന സമയത്ത് കുക്കുംബർ ജ്യൂസാണെന്ന് നമുക്ക് അറിയില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.